ഹായ് എവരി വൺ 24th ജനുവരിയിൽ ഷിഫ്റ്റ് 2-ലെ 5ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ സ്ട്രേറ്റ് ടു ദി ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ടൊന്ന് വായിക്കാം. ലെറ്റ്സ് റീഡ് ഇറ്റ് പ്രോപ്പർലി. കൺസ് ദ ഫോളോയിങ് ഗേഷ്യസ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇതാണ് ഗേഷ്യസ് ഇക്വിലിബ്രിയം. 2 moles ഈച്ച് ഓഫ് P2 Q2 PQ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇക്വേഷൻ നമ്മളുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷൻ ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി എഴുതുകയാണ്. ലെറ്റ്സ് സീ ദാറ്റ് P2 പ്ലസ് what is next Q2 reversibly gives you what we can write 2PQ. ഇതാണ് നമ്മൾ എഴുതിയ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത് പ്രകാരം നോക്കൂ, ആദ്യം ഒരു പറയുന്നത് 2 moles ഓഫ് ഈച്ച് P2 Q2 PQ ആർ പ്രസന്റ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഉള്ള അവരുടെ എമൗണ്ട് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമുള്ള അയാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം അയാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ വേണ്ടിയിട്ട് ഇയാളുടെ വാല്യൂസ് എല്ലാം അവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് 2, ഇപ്പോൾ ഉള്ളത് 2, ഇപ്പോൾ ഉള്ളത് 2. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 is equal to അല്ലെ PQ സ്ക്വയർ ഡിവൈഡഡ് ബൈ P2 into Q2. So you will be getting 2 square by 2 into 2. 2 square by 2 into 2 you get 1. അപ്പോൾ ഇതാണ് ഇനിഷ്യലി നമുക്കുള്ള അയാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് അവർ പറയാൻ പോകുന്നത്? ലെറ്റ്സ് റീഡ് ഇറ്റ്. നൗ 1 mole ഈച്ച് ഓഫ് P2 and Q2 ആർ ആഡഡ്. നമ്മളിനി ആരെ ആഡ് ചെയ്യണം? 1 mole ഈച്ച് ഓഫ് P2 and Q2. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മളുടെ Q2-ൻ്റെയും P2-ൻ്റെയും എമൗണ്ട് മാറുകയാണ് അല്ലേ? അപ്പോൾ ഞാൻ എഴുതുന്നു കുട്ടികളെ, എല്ലാവരും നോക്കൂ. വീണ്ടും ഞാൻ ഇക്വേഷൻ എഴുതുകയാണ്. P2 പ്ലസ് Q2 റിവേഴ്സിബിളി ഗീവ്സ് യു what you get 2PQ. മക്കളെ, ഇപ്പോൾ P2-ൻ്റെ എമൗണ്ട് 3 ആയി മാറി ആൻഡ് Q2-ൻ്റെ എമൗണ്ടും 3 ആയി മാറി. എന്നാൽ PQ-യുടെ എമൗണ്ട് നേരത്തെ ഉള്ള അത്രയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇക്വിലിബ്രിയം എന്ത് ചെയ്യും, റീ എസ്റ്റാബ്ലിഷ് ചെയ്യും. പക്ഷേ ഇക്വിലിബ്രിയം റീ എസ്റ്റാബ്ലിഷ് ചെയ്താലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരിക്കലും മാറില്ലല്ലോ. സോ ദ സെയിം തിങ് ഹാപ്പൻ ഹിയർ. അപ്പോൾ ഇക്വിലിബ്രിയം റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഉള്ള നമ്മുടെ റിയാക്ടൻസ് കൂട്ടി. അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇതിൽ നിന്നും എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്യും, അത്രയും തന്നെ അപ്പുറത്തും റിയാക്ട് ചെയ്യും. അപ്പോൾ 1P-യും 1Q2-വും റിയാക്ട് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ 2x. അങ്ങനെയാണെങ്കിൽ ബാലൻസ് വാട്ട് വിൽ ബി? ബാലൻസ് വിൽ ബി 3 മൈനസ് എക്സ്. ബാലൻസ് ഓഫ് Q2 3 മൈനസ് എക്സ്. എന്നാൽ PQ എന്ത് ചെയ്യാൻ ഉണ്ടാവുകയാണ്. അപ്പോൾ അയാളുടെ എമൗണ്ട് കൂടും. 2 പ്ലസ് 2x. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതിനൊരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. അയാളുടെ വാല്യൂ എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും, 1 തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് റൈറ്റ് KP. KP ഈസ് ഈക്വൽ ടു PQ സ്ക്വയർ ഡിവൈഡഡ് ബൈ P2 into what comes there Q2. സോ KP വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 3 മൈനസ് 2 പ്ലസ് 2x 2 പ്ലസ് 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ് സ്ക്വയർ. ദിസ് വിൽ ബി ഈക്വൽസ് 1. മക്കളെ, നമുക്ക് എല്ലാവരുടെയും സ്ക്വയർ റൂട്ട് അങ്ങ് എടുക്കാം. അങ്ങനെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് കിട്ടുക 2 പ്ലസ് 2x ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ് is equal to 1. So cross multiply, then you will get the value of x. അങ്ങനെയാണെങ്കിൽ 2 പ്ലസ് 2x ഈക്വൽസ് 3 മൈനസ് എക്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക 2x is equal to x എത്രയാ? 3x is equal to 1. So we get finally x value equals 1/3. അപ്പം എക്സിൻ്റെ വാല്യൂ കിട്ടി. മക്കളെ, എക്സിൻ്റെ വാല്യൂ കിട്ടിയാൽ നമുക്ക് കണ്ടത് P2-ൻ്റെ എമൗണ്ട് 3 മൈനസ് എക്സ്. അപ്പോൾ 3 മൈനസ് 1/3. 3 minus 1/3
3 മൈനസ് 1/3 ഐ ക്യാൻ റൈറ്റ് 3 മൈനസ് 1/3. അടുത്ത് എഴുതാം, അവിടുന്ന് ആരെ കുറയ്ക്കണം, എക്സിനെ കുറയ്ക്കണം. അങ്ങനെ എക്സിനെ കുറച്ചാൽ വീണ്ടും നമുക്ക് 3 മൈനസ് 1/3 അല്ലേ, 3 മൈനസ് 1/3. അതുപോലെ അപ്പുറത്ത് നമ്മൾ പോയാൽ 2 പ്ലസ് 2x എന്നാണ് വരിക അല്ലേ. അപ്പം എക്സിൻ്റെ വാല്യൂ 1/3 ആണ്. അപ്പോൾ അയാളുടെ വാല്യൂ അവിടെ അത് എത്ര വരും, 2/3 എന്ന് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും വാല്യൂ എന്ത് ചെയ്യും, സെയിം ആയിട്ട് വരും. എല്ലാവരുടെയും വാല്യൂ സെയിം ആയി വരികയെന്ന് ചോദിച്ചാൽ മക്കളെ 2.67. So answer for this question is option A. Okay, thank you.